ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. അതായത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ചും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്ക്. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. കറന്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ കറന്റ് ഫീലിങ്സ് എന്താണ് ഈ ഒരു സമയത്ത്? നിങ്ങളുടെ പേഴ്സൻ്റെ കറന്റ് ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത്. കറന്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ കറന്റ് ഫീലിങ്സ് എന്താണ്? ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ കറന്റ് ഫീലിങ്സ് എന്താണ്? കറന്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ കറന്റ് ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ കറന്റ് ഫീലിങ്സ് എന്താണ്? ഓക്കെ, കറന്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ കറന്റ് ഫീലിങ്സ് എന്താണ്? ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ കറന്റ് ഫീലിങ്സ് എന്താണ്? ഓക്കെ, മാസ്റ്റർ കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏസ് ഓഫ് സോഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പറയാനായിട്ട് പറ്റും, ഒരു ഇപ്പോൾ നിങ്ങളൊരു ലെസ് കോണ്ടാക്റ്റിലോ നോ കോണ്ടാക്റ്റിലോ ഒക്കെ ആയിരിക്കാം, ഒരു സെപ്പറേഷനിലോ അല്ലെങ്കിൽ ഇനി സെപ്പറേഷൻ പോലെ എന്നാൽ ചെറിയ രീതിയിൽ കോണ്ടാക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് ആ ഒരു രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കാം. പിന്നെ ഇവിടെ നിങ്ങളുടെ ഒരു എനർജി നോക്കുമ്പോൾ നിങ്ങളെന്ന് പറയുന്ന പേഴ്സണ് ഈ ഒരു നിങ്ങളുടെ വ്യക്തിയെ ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അവരില്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര അഡിക്റ്റഡ് ആണ് നിങ്ങൾ. ഇനി ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ശക്തമായ ഒരു തേർഡ് പാർട്ടി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇനി ഇവർക്കൊരു തേർഡ് പാർട്ടി ഉണ്ട് എങ്കിൽ പോലും അത് ഒരു പ്രശ്നമല്ല. അതൊക്കെ അവിടെ നിന്നോട്ടെ, എന്നാലും എനിക്ക് പഴയ രീതിയിൽ ആകണം, ഈ ഒരു റിലേഷൻഷിപ്പിൽ പഴയ രീതിയിലേക്ക് വരണം എന്നൊരു രീതിയിലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സാധാരണ രീതിയിൽ നമുക്കിപ്പോൾ ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്നുള്ള ഒരു രീതിയിലേക്ക് മാറും. പക്ഷെ ഇവിടെ അതും കുഴപ്പമില്ല, എനിക്ക് ഈ പേഴ്സൺ ഇല്ലാതെ പറ്റില്ല എന്ന രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു ട്രാപ്പിൽ പെട്ട അവസ്ഥയൊന്നുമല്ല. അത്തരത്തിലുള്ള ഒരു അവസ്ഥയൊന്നും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ അവർക്ക് ഇനി ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് രക്ഷപ്പെടാനോ ഒന്നും അവർ ആഗ്രഹിക്കുന്നുമില്ല. എങ്കിലും ഒരു ന്യൂട്രലൈസ്ഡ് ആയിട്ട് അവർ നിൽക്കുന്നു. അത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ല, എന്നാലും അതിൽ തന്നെ നിൽക്കുന്നു. ആ ഒരു രീതിയിലാണ് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്കും. അതേസമയം തന്നെ നിങ്ങളിലേക്ക് വരണമെന്നും അവർ ആഗ്രഹിക്കുന്നതായിട്ട് ഒരു എനർജി കിട്ടുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ തരണമെന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ തേർഡ് പാർട്ടിയോട് വൈരാഗ്യബുദ്ധി ഒന്നും ഇല്ല. അവര് അങ്ങനെ ചിന്തിക്കാത്തതിന്റെ കാരണം അവരൊരു നെഗറ്റീവ് എനർജിയിൽ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് ഒരു ബ്ലാക്ക് മാജിക് പോലെ എന്തോ ഒന്നിൽ അവർ പെട്ടതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു വൈരാഗ്യമോ അങ്ങനെയൊന്നും ഇതാകുന്നില്ല. പക്ഷെ ഭയങ്കരമായൊരു സ്നേഹവുമില്ല. ആ ഒരു രീതിയിലാണുള്ള എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അവർക്ക് ഇത് എന്താണോ ഒന്നും തിരിച്ചറിയാൻ പോലും അവർക്ക് പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് അവർ. ഈ ഒരു നെഗറ്റീവ് വൈബ്രന്റിൽ പെട്ട് നിൽക്കുന്നതുകൊണ്ട് അവർക്കത് മനസ്സിലാവുന്ന പോലുമില്ല. പിന്നെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഒരു നെഗറ്റീവ് എനർജിയിലും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാകുന്നത്. നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും അവർ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. നിങ്ങളും വളരെ അഡിക്റ്റഡ് ആയിട്ട് ഇവരുമായിട്ട് നിൽക്കുന്നത്, മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ലാത്ത രീതിയിൽ നിൽക്കുന്നതും ഈ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ തേർഡ് പാർട്ടിയുടെ കൺട്രോൾ ഈ ഒരു പേഴ്സണിന്റെ മേലുണ്ടെങ്കിൽ കൂടിയും ഇത് നിങ്ങൾ ഇപ്പോഴും വളരെ സ്നേഹത്തോടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നുണ്ട്. ഒരു പ്രശ്നങ്ങളൊക്കെ നടുക്കുണ്ടാവുന്നുണ്ടെങ്കിലും അതൊരു സോൾ കണക്ഷൻ നിങ്ങൾക്ക് രണ്ടുപേർക്ക് തമ്മിൽ ഉണ്ടാവുന്നുണ്ട്. അത് കട്ട് ചെയ്യാനായിട്ട് ആർക്കും ഇവിടെ സാധിക്കുന്നില്ല എന്നുള്ളൊരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അത് ആ ഒരു നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു സോൾ കണക്ഷൻ കട്ട് ചെയ്യാനായിട്ട് ആർക്കും തന്നെ സാധിക്കുന്നില്ല.
പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അവര് നിങ്ങളോട് അടുക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്കൊരു എനർജി കിട്ടുന്നുണ്ട്. ഒരു കോംപ്രമൈസിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അതുപോലെ നിങ്ങളെ ഇവര് ശരിക്കും ഒരു ഒപ്പോണന്റ് എന്ന രീതിയിലായിരുന്നു കണ്ടിരുന്നത്. അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പറഞ്ഞു കൊടുക്കൽ കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ അവര് പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത ഈ ഒരു പേഴ്സണെ നിങ്ങളെ ഒരു ഒപ്പോണ്ടന്റ് ആക്കിയ രീതിയിൽ കാണാനായിട്ട് ഉള്ള രീതിയിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പൊ ഇവർക്ക് കുറച്ചൊരു വെട്ടം വരുന്നത് പോലെ അവരൊരു കോംപ്രമൈസിലേക്കൊക്കെ പോകണം, ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തന്നെ തിരിച്ചു വരണം എന്ന രീതിയിലൊക്കെ ചിന്തിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ പിന്നെ നമുക്ക് വരുന്നത് ഒരു കാർഡ് ഏസ് ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ്. ഈ ഒരു കാർഡിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹം നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോടുള്ള ഒരു സ്നേഹം എങ്ങനെ നിറഞ്ഞു തുളുമ്പി പുറത്തേക്ക് വരുന്നു, ഹൃദയത്തിൽ ഈ ഒരു സമയത്ത് നിങ്ങളോട് വല്ലാത്ത തരത്തിലുള്ള ഒരു ഫീലിങ്സ് അവർക്ക് തോന്നുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ വരുന്നത് 10 ഓഫ് പെന്റിക്കിൾസ് ആണ്. പെന്റിക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഒരു ലോങ് ടൈം കമ്മിറ്റ്മെന്റ്. ഇത് കുറച്ച് നാളത്തേക്ക് വന്നിട്ട് തിരിച്ചു പോകാനോ അല്ലെങ്കിൽ അതൊരു ബ്രേക്കപ്പ് ചെയ്ത് പോകാനോ അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് എന്ന രീതിയിൽ പോകാനോ ഒന്നും ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ഒരു ലോങ് ടൈം കമ്മിറ്റ്മെന്റ് ആയിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ആ ഒരു ലോങ് ടൈം കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തരാനാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് എന്നാണ് കാണുന്നത്. പിന്നെ നമുക്ക് വരുന്നത് 3 ഓഫ് സോർഡ്സിന്റെ ഒരു എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ തേർഡ് പാർട്ടിയിലേക്ക് പോയതായിരിക്കാം. പക്ഷെ നിങ്ങൾ ഈ ഒരു പേഴ്സണോടുള്ള സ്നേഹം കൊണ്ട് അവരെ ന്യായീകരിച്ചുകൊണ്ട് അത് തേർഡ് പാർട്ടി അവരെ കൊണ്ടുപോയ രീതിയിലായിരിക്കാം നിങ്ങൾ എടുത്തിട്ടുള്ളത്. എങ്ങനെയാണെങ്കിലും അവരോടുള്ള ഒരു ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട് നിങ്ങൾ അത് ഒരു പ്രശ്നമായിട്ട് കാണുന്നില്ലായിരിക്കാം. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അറിയാം ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്ത് തന്നെയാണ് പോയത് എന്നുള്ളൊരു കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു കാര്യം ഓർത്തിട്ട് അവർ വല്ലാതെ വിഷമിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു കാര്യം അവർക്ക് ഹൃദയത്തിൽ ഇങ്ങനെ വിങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹാർട്ട് ബേൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഹൃദയം വിങ്ങുന്ന ഒരു അവസ്ഥയിലാണ്. ഇത്രയും അവർക്ക് അതുപോലെ ഒരു കൺഫെഷൻ നടത്താനായിട്ട് നിങ്ങളോടൊരു ക്ഷമ ചോദിക്കാനായിട്ട് എൻ്റെ തെറ്റുകൾ ഇതൊക്കെയാണ് എന്ന് പറയാനായിട്ട് ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ 9 ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ്. ഇതൊരു വിഷ് കാർഡാണ്. അതുകൊണ്ട് തന്നെ എന്താണോ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം ഉറപ്പായിട്ടും ആ ഒരു വ്യക്തിക്ക് കിട്ടും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു കാർഡിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത് വളരെ സന്തോഷകരമായിട്ടും ഫുൾഫിൽമെന്റോട് കൂടിയിട്ടുള്ള ജോയ്ഫുള്ളോട് കൂടിയിട്ടുള്ള ഒരു നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു തിരിച്ചുവരവാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ ഒരു കാര്യം തീർച്ചയായും അവർക്ക് ലഭിക്കും. അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു വിഷ് കാർഡ് വന്നതുകൊണ്ട് തന്നെ അവർക്കൊരു പോസിറ്റീവ് സൈഡ് ഉണ്ട്. അവർക്ക് ആ ഒരു ആഗ്രഹം നടത്തി കിട്ടും എന്നുള്ളതാണ്. കാരണം ഈ വ്യക്തിക്ക് ഇവിടെ ഒരു കൺഫെഷൻ ചെയ്യാനായിട്ട്, തൻ്റെ തെറ്റുകൾ എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് വളരെയധികം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമോഷണലി നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയൊരു വ്യക്തിയാണ് എന്ന് ഈ വ്യക്തി അംഗീകരിക്കുന്നുമുണ്ട്. ആ ഒരു കാര്യം കൊണ്ട് തന്നെ അവരുടെ തെറ്റുകൾ, മനുഷ്യനാണ് തെറ്റ് പറ്റാം, അപ്പൊ ആ ഒരു തെറ്റ് ഏറ്റു പറയാനായിട്ട് അല്ലെങ്കിൽ അതിനെ ഓർത്ത് വിഷമിക്കുന്നുണ്ട് ഈ വ്യക്തി. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നെക്സ്റ്റ് ഒരു വിഷ് കാർഡ് തന്നെ തൊട്ടടുത്ത് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന 10 ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ്. ഇതും ഒരു ഹാപ്പി ഫാമിലി കാർഡാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ലോങ് ടൈം കമ്മിറ്റ്മെന്റ് കിട്ടുക തന്നെ ചെയ്യും. അതിനുശേഷം നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകും എന്നുള്ളതിന്റെ ഒരു സിമ്പിൾ ആയിട്ടാണ് നമുക്ക് ഈ ഒരു കാർഡ് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം നിങ്ങളൊരു ഫാമിലിയായി ആ ഒരു ഫാമിലി റിലേഷൻഷിപ്പ് ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള രീതിയിൽ സ്നേഹം ഷെയർ ചെയ്തും ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം ഷെയർ ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ചാൻസ്, ഒരു മാറ്റത്തിന്റെ കാലൊച്ച തന്നെ ഇവിടെ കേൾക്കുന്നു എന്നാണ് നമുക്ക് ഈ ഒരു കാർഡിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നമുക്ക് വരുന്ന ഒരു കാർഡ് 7 ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ്. ഓക്കെ, ഈ ഒരു 7 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ വിട്ടിട്ട് ഏതോ ഒരു ചോയ്സിലേക്കോ ഓപ്പർച്യൂണിറ്റിയിലേക്കോ എന്തോ ഒരു കാര്യത്തിലേക്ക് പോയി. അത് തേർഡ് പാർട്ടി ആകാം, എന്ത് തന്നെയാകാം. അവിടെ ചെന്നപ്പോൾ ഇവര് വളരെ വാല്യുബിൾ ആയിട്ട് നേടിയെടുത്ത എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് തട്ടിമറിഞ്ഞു പോകാവുന്നതേ ഉള്ളൂ എന്നൊരു കാര്യം ഇവർക്ക് മനസ്സിലായി.
അവര് അങ്ങനെ ഒരു ചോയ്സിലേക്ക് പോയപ്പോൾ അവർക്ക് ഒത്തിരി പൈസ കിട്ടിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒരു ഫെയിം ഉണ്ടാകാം, അല്ലെങ്കിൽ ഒത്തിരി പവർ, അല്ലെങ്കിൽ അവർ നല്ല രീതിയിലൊന്ന് വെൽ സെറ്റിൽഡ് ആയിട്ടുണ്ടാകാം. പക്ഷെ അവർ കുറച്ചൊന്ന് ആഴത്തിൽ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ മനസ്സിലാകുകയാണ് ഇതെല്ലാം ഒറ്റ ഒരു മിനിറ്റിൽ, ജസ്റ്റ് എന്തെങ്കിലും ഒരു സെക്കൻഡിൽ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. നമുക്ക് യഥാർത്ഥമായ ഒരു കാര്യമേ സത്യസന്ധമായി നിൽക്കുന്നുള്ളൂ, അത് സ്നേഹം മാത്രമാണ്, ഇമോഷണലി ഉള്ള അറ്റാച്ച്മെന്റ് ആണ് എന്നുള്ള ഒരു കാര്യം ഈ ഒരു വ്യക്തി മനസ്സിലാക്കി എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ ഈ വ്യക്തി ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെക്കുറിച്ച്, ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു വരുമ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, നിങ്ങളുടെ ഓർമ്മകളിലേക്ക്, നിങ്ങൾ അവർക്ക് കൊടുത്ത ലവ്, കെയർ, ഇതിലേക്കൊക്കെ ഒരു പാഷനബിൾ ആയിട്ടുള്ള ഒരു സ്നേഹമാണ് നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ചാരിയോട്ട് കാർഡ് റിവേഴ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഒരു ഇവിടെ ഇത്രയും നാള് ഈ വ്യക്തിക്ക് ഒരു കുറേ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ ഫൈനാൻഷ്യൽ പരമായ കാര്യങ്ങൾ നേടിയെടുക്കണം എന്നൊരു ഒറ്റ ഡയറക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അതിനുവേണ്ടിയാണ് ഇവർ പരമാവധി ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു ഒറ്റ കാര്യത്തിന് വേണ്ടി ഇവർ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നു. ആ ഒരു കാര്യങ്ങളെല്ലാം നേടിയെടുത്ത് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും വലിയ നിധി അവരെ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ളൊരു കാര്യം. അവർക്ക് കുറെ ജീവിതത്തിൽ പിന്നീട് വന്ന കുറെ എക്സ്പീരിയൻസിൽ നിന്ന് അവർക്ക് ആ ഒരു കാര്യം, പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് അവർക്ക് ആ ഒരു കാര്യം മനസ്സിലാവുകയാണ് ഉണ്ടായത്. അപ്പോൾ എൻ്റെ വഴി ഇതല്ല എന്നും എൻ്റെ പാത്ത് ഇതല്ല, ഔട്ട്സൈഡ് ആണ്, ഞാൻ എൻ്റെ ആള് ഇവിടെയല്ല, എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു ഫുൾഫിൽമെന്റ് കിട്ടണം, ഒരു പൂർണ്ണത കിട്ടണമെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കേണ്ട ഒരാളല്ല, ഞാൻ എൻ്റെ പേഴ്സണെ എൻ്റെ കൂട്ടത്തിൽ നിർത്തിയാൽ മാത്രമേ എനിക്കൊരു സന്തോഷവും ഒരു ഹാപ്പിനെസ്, ഫുൾഫിൽമെന്റ്, പൂർണ്ണതയൊക്കെ വരുള്ളൂ എന്ന് ഈ വ്യക്തി ആ ഒരു വഴി ഈ വ്യക്തി കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. ഫോക്കസ് ചെയ്യുന്നു അതിനു വേണ്ടിയിട്ട്. ഒരു ഇതുവരെ അവർക്ക് കറക്റ്റ് ആയ ഒരു ഡയറക്ഷൻ ഇല്ലായിരുന്നു, ഇപ്പോൾ നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു കറക്റ്റ് ഡയറക്ഷൻ അവർക്ക് കിട്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്ന ഒരു കാർഡ് സോഡ്സിന്റെ കാർഡാണ്. ഇത് ഒരു ന്യൂ ബിഗിനിങ്ങിനെയാണ് കാണിക്കുന്നത്. ന്യൂ ഐഡിയാസ്, പുതിയൊരു ഐഡിയ, എന്തോ ഒരു പുതിയ ഐഡിയ നിങ്ങളിലേക്ക് എത്താനോ അല്ലെങ്കിൽ നിങ്ങളെ അവരിലേക്ക് കൊണ്ടുചെല്ലാനോ ഉള്ള ഒരു പുതിയ ഐഡിയ നിങ്ങളുടെ പേഴ്സണ് കിട്ടിയിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു പ്ലാന് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുവഴി അവര് ആ പ്ലാന് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ട് ഒരു മെന്റൽ ക്ലാരിറ്റി ഒക്കെ വരുത്തി നല്ല ഒരു ഡെവലപ്പ് ഒക്കെ ചെയ്തെടുത്ത് ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് തന്നെ അത് പോകും. അപ്പോൾ ഇവിടെ ഒരു സക്സസ് തന്നെയാണ് ഈ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതും അത്തരത്തിലുള്ള സക്സസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഒരു റീകൺസിലേഷൻ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു ഗുഡ് ന്യൂസ് നിങ്ങളെ തേടി എത്തും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ മുഴുവനും നിങ്ങളുടെ ഒരു പേഴ്സന്റെ എനർജി തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കുറച്ച് സോൾ മെസ്സേജസ് എടുത്ത് നോക്കാം. ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് സോൾ മെസ്സേജസ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ്, I love you because I will never get tired of spending time with you. ഓക്കെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിന്നോടൊപ്പം ചെലവഴിക്കുന്ന ഓരോ നിമിഷവും എനിക്ക് ഒട്ടും ടയേർഡ് ആയിട്ടില്ല എന്ന് ഞാൻ ഒട്ടും ടയേർഡ് ആയിട്ടില്ല എന്ന് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. Yes, I am jealous because I am not ready to share you with anyone. You were mine. ഓക്കെ, പല സമയങ്ങളിലും അവർ ജലസാണ്, അസൂയുണ്ട് അവർക്ക്. കാരണം നിങ്ങളെ മറ്റാർക്കുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുകയാണ്. I cannot sleep because of this separation. Hope you will understand me. ഓക്കെ, ഈ ഒരു സെപ്പറേഷൻ കാരണം അവർക്ക് ഒട്ടും തന്നെ ഉറങ്ങാനായിട്ട് കഴിയുന്നില്ല എന്ന് അവർ പറയുന്നു. നിങ്ങൾ അവരെ മനസ്സിലാക്കും എന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, I will message you soon. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു കോളോ മെസ്സേജോ ഒക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങളുടെ പേഴ്സന്റെ അടുത്ത് നിന്ന്. ഓക്കെ, എവറി മൂമെന്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രീഷ്യസ് ഫോർ മീ. ഓരോ നിമിഷവും നിങ്ങളോടൊപ്പം ചിലവഴിച്ച ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതായിട്ട് അവർ കരുതുന്നു. മൈ ലൈഫ് ഈസ് വർത്ത്ലെസ് വിത്തൗട്ട് യു. ഓക്കെ, എൻ്റെ ജീവിതം ഒരു വിലയുമില്ലാത്തതാണ് നീ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ന് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി എന്നാണ് പറയുന്നത്. അത് റീഡിങ്ങിൽ നമുക്ക് ഓൾറെഡി കിട്ടിയതാണ്. ഐ ഹൈഡ് മൈ ടിയേഴ്സ് അണ്ടർ മൈ സ്മൈൽ. ഓക്കെ, അവരുടെ കണ്ണുനീര് അവരുടെ പുഞ്ചിരിയുടെ മറവിൽ ഒളിച്ചു വെച്ചിരിക്കുന്നു എന്നവർ പറയുന്നു. അപ്പോൾ അവർക്ക് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കാം.
I get mad on you, but believe me, I really love you and don't want to lose you. Okay, അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കുന്നത് പോലെയാണ്. എന്നെ വിശ്വസിക്കുക, ശരിക്കും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഐ ഡോണ്ട് വാണ്ട് ടു ലൂസ് യു, നിങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായി റിലേറ്റ് ചെയ്തിരുന്ന കുറച്ച് ക്ലൂസ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഹിയറിംഗ് ഇഷ്യൂസ്. നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ജാനുവരി മന്താണ് നമുക്കിവിടെ അടുത്ത ക്ലൂ കിട്ടിയിരിക്കുന്നത്. 1988 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 1980 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. കെയറിങ്, വളരെ കെയറിങ് ഉള്ള പേഴ്സൺ ആയിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ലെറ്റർ N ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമ്പർ 23 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഗ്രീൻ കളർ. ഓക്കെ, സോഷ്യൽ വർക്കർ ആയിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. ഈസ് പോസിബിൾ, നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിച്ച ആ കാര്യം പോസിബിൾ ആണ് എന്നാണ് പറയുന്നത്. ട്രൂ ലവ്, ഇതൊരു സത്യസന്ധമായ സ്നേഹമാണ് എന്ന് പറയുന്നു. നമ്പർ 22 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഗാർഡനിങ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലൈക്സ് ട്രാവലിംഗ് ഒക്കെ യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. ടാറ്റു ഓൺ ഹാൻഡ്, കൈകളിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട്. നമ്പർ 45 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മ്യൂസിക് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓഗസ്റ്റ് മന്ത്. ഓക്കെ, ലെറ്റർ F നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മോൾ ഓൺ റൈറ്റ് ചീക്സ്, റൈറ്റ് സൈഡിലെ കവിളിലെ മറുകളിലുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് 1979 എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 26 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് കളർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബ്ലാക്ക് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള കളർ എന്ന് വിചാരിക്കും. അതുപോലെ സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ ആണെന്ന് വിചാരിക്കുന്നു. പേഷ്യൻസ്, വളരെ ക്ഷമയുള്ള വ്യക്തികളായിരിക്കാം. 1976 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 2003 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 9 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 22 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 37 എന്ന് പറയുന്നൊരു നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ 8 നമുക്ക് കിട്ടുന്നുണ്ട്. ലെറ്റർ S നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ ആദ്യ അക്ഷരം S ഒക്കെ ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഷോർട്ട് ഹെയർ ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. 222 എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.